ഒരു 25 to 30 lakhs റേഞ്ചിൽ നമ്മൾ പ്രോപ്പർട്ടി സെർച്ച് ചെയ്യുന്ന മിക്കവർക്കും ഇപ്പൊ ഓപ്ഷൻസ് വളരെ കുറവാണ് കൊച്ചിയിൽ. കാരണം വേറൊന്നും കൊണ്ടല്ല, ഒരു ഫാമിലി ഓറിയന്റഡ് റെഡി ടു യൂസ് അല്ലെങ്കിൽ ഒരു ബയേഴ്സ് മാർക്കറ്റ് ആണ് ഇപ്പൊ കംപ്ലീറ്റ്ലി പോകുന്നത്. സോ ഒരു 95% ഓഫ് ദ പീപ്പിൾ ആർ ബൈയിങ് ടു സ്റ്റേ ദർ, യൂസ് ഇറ്റ്. സോ അങ്ങനെ വരുമ്പോൾ ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുന്ന ഒരു സൈക്കിൾ ഭയങ്കരമായിട്ട് താഴേക്ക് പോയി. സോ ഇൻവെസ്റ്റ്മെന്റ് മോഡൽ ഇപ്പം റിയൽ എസ്റ്റേറ്റിൽ അധികം ഇല്ല. അത് കാരണം ബിക്കോസ് ഓഫ് ലോട്ട് ഓഫ് അതർ റീസൺസ്, നമുക്ക് റെന്റൽ റിട്ടേൺ ആണെങ്കിലും ജസ്റ്റിഫൈ ചെയ്യുന്നില്ല. പഴയതുപോലെ ക്യാപിറ്റൽ അപ്രീസിയേഷൻ ഭയങ്കരമായിട്ട് നടക്കുന്നില്ല, കാരണം ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ് അധികം നടക്കുന്നുണ്ടായിരുന്നില്ല. ഇപ്പോഴാണ് അതൊക്കെ സ്റ്റാർട്ട് ചെയ്തത്. സോ അങ്ങനത്തെ സിറ്റുവേഷനിൽ നമുക്ക് ഈ പറഞ്ഞൊരു ഗ്യാപ്പ് ഉണ്ട് ഇൻവെസ്റ്റ്മെന്റിന്റെ. ഒരു സാധാരണ വർക്കിംഗ് ക്ലാസ്സിൽ വരുന്ന ഒരാൾക്ക് ഇൻവെസ്റ്റ് ചെയ്ത് ലോങ് ടേമിൽ യൂസ് ചെയ്യാൻ പറ്റിയ ടൈപ്പുള്ള കോൺസെപ്റ്റ് വളരെ കുറഞ്ഞു നാട്ടിൽ. അങ്ങനെ നിൽക്കുന്ന ഒരു ടൈമിൽ ഞാൻ ഐഡന്റിഫൈ ചെയ്തിട്ടുള്ള ഒരു പ്രോജക്റ്റ് ആണ് ഇന്ന് ഞാൻ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഇതിന്റെ മേജർ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്, ഈ പ്രോജക്റ്റ് നമുക്ക് ജസ്റ്റ് ലുലു മോളിന്റെ അവിടെ നിന്ന് പത്തരിപ്പാലം സൈഡ് ജസ്റ്റ് 2 kilometer റൈഡ് ഉള്ളൂ. 2 kilometers നമുക്ക് ഈ പ്രോജക്റ്റ് ഓൺ ഹൈവേ ടച്ച് ആയിട്ട് തന്നെയാണ് ഈ പ്രോജക്റ്റ് നിൽക്കുന്നത്. ഈ പ്രോജക്റ്റിൽ നമുക്ക് ടോട്ടൽ 46 to 50 1 RK 1 BHK 2 bedroom എന്നുള്ള കോൺസെപ്റ്റ് ഉണ്ട്. എനിക്കിത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയത്, ദ മേജർ തിങ് ഇസ് ദാറ്റ് ദിസ് ഇസ് ലോഡഡ് വിത്ത് ഓൾ അമ്യൂണിറ്റീസ്. ഇതിൽ പറയുന്ന എല്ലാ അമ്യൂണിറ്റീസും ഇതിനുള്ളിൽ, സോളാർ ഹീറ്റർ ആണെങ്കിലും ജിം ആണെങ്കിലും നമുക്ക് സ്വിമ്മിംഗ് പൂൾ, റീഡിംഗ് റൂം, റിഫ്ലെക്സോ ഗാർഡൻ, പൈപ്പ് ലൈൻ കണക്ഷൻ, ഇതെല്ലാം ഒരു ഫാമിലിക്കോ ഒരു ബാച്ചിലറിനോ ന്യൂലി വെഡ് കപ്പിൾസിനോ താമസിക്കാനുള്ള ഒരു കോൺസെപ്റ്റിലാണ് ഈ കംപ്ലീറ്റ് പ്രോജക്റ്റ് ചെയ്തിരിക്കുന്നത്. ബട്ട് അറ്റ് എ വെരി ഗുഡ് ബഡ്ജറ്റ് റേഞ്ച്, നമുക്ക് ഈസിലി അഫോർഡ് ചെയ്യാൻ പറ്റുന്ന ഒരു ബഡ്ജറ്റ് റേഞ്ചിലാണ് ഇതിന്റെ കംപ്ലീറ്റ് മോഡൽ പ്ലേസ് ചെയ്തിരിക്കുന്നത്. ആൻഡ് ലൊക്കേഷനെ കുറിച്ച് പറയുകയാണെങ്കിൽ, ഇത് ജസ്റ്റ് 2 kilometer ഫ്രം ലുലു മോൾ ആണ് നേരത്തെ പറഞ്ഞ പോലെ. ആൻഡ് നമ്മുടെ രാജഗിരി സ്കൂൾ എന്ന് പറയുന്നത് അവിടെ നിന്ന് ഹാർഡ്ലി 1 kilometer ഡിസ്റ്റൻസ് ആണ്. ക്വിസാറ്റ് മെട്രോ സ്റ്റേഷൻ അവിടെ നിന്ന് എക്സാക്ട്ലി മേ ബി ഒരു 200 meter വാക്കിംഗ് ഡിസ്റ്റൻസിലേ ഉള്ളൂ. ഹൈവേ ടച്ചിലാണ് ഈ പ്രോജക്റ്റ്. നമുക്ക് 200 meter ഡിസ്റ്റൻസിൽ ഈ പ്രോജക്റ്റ് പ്ലേസ് ചെയ്തിരിക്കുന്നത്. സോ കണക്ടിവിറ്റി, ദർ ആർ ലോട്ട് ഓഫ് സ്കൂൾസ് ഇൻ ദാറ്റ് ഏരിയ. ഇപ്പൊ ഈ പറഞ്ഞ ന്യൂവാൽസ് എല്ലാ കോളേജും സ്കൂളുകളും ഈ ഒരു പാച്ചിലാണ് കംപ്ലീറ്റ്ലി വരുന്നത്. എല്ലാം ഒരു 3 to 3.5 kilometer റേഡിയസിലാണ് നിൽക്കുന്നത്. ആൻഡ് ഹോസ്പിറ്റൽസ് ആണെങ്കിൽ കിൻഡർ ഹോസ്പിറ്റൽ, എല്ലാ ഹോസ്പിറ്റലും ഈസി, എടപ്പള്ളി ത്രൂ കണക്ട് ചെയ്ത് ആസ്റ്റർ, എല്ലാം നമുക്ക് ആ ഒരു റൂട്ടിലാണ് വരുന്നത്. സോ ദിസ് പ്രോജക്ട് ഇസ് ബാക്ഡ് ബൈ ഗുഡ് ഹോസ്പിറ്റൽ, ഗുഡ് സ്കൂൾസ്, ടോപ്പ് ഷോപ്പിംഗ് മാൾ ഇൻ കൊച്ചി, എല്ലാം ഈ ഒരു ഏരിയയിൽ വരുന്നത് കൊണ്ട് ദിസ് ഇസ് സ്റ്റാൻഡിങ് ഔട്ട് റിയലി വെൽ ആസ് എ പ്രോജക്ട്. ഇതിന്റെ കറന്റ് സ്റ്റേജ് എന്ന് പറയുന്നത്, ഇതിപ്പോ പൈലിംഗ് സ്റ്റേജിലാണ്. 2025 കൂടിയാണ് ഇതിന്റെ ഹാൻഡ് ഓവർ. പക്ഷേ ബെസ്റ്റ് ഓർ വേസ്റ്റ് എന്ന് പറയുന്നത്, ഇതിലാകെ നമുക്കിനി 2 units ബാക്കിയുള്ളൂ. സോ ഞാൻ ഈ വീഡിയോ ഇടാനുള്ള മേജർ റീസൺ, നമുക്ക് പെൻഡിങ് യൂണിറ്റ് എന്ന് പറയുന്നത് ആകെ 2 ഉള്ളൂ. ഇത് നമുക്കൊരു 28 to 38 lakhs റേഞ്ചിലായിട്ടുള്ള 2 units ആണ് അവൈലബിൾ ഉള്ളത്. ഇതിന്റെ ഒരു ബെറ്റർ സൈഡ് ഞാൻ പറയുകയാണെങ്കിൽ, ഇത് എൻഡ് യൂസ് മാത്രമല്ല, ഇതൊരു പ്യുവർ ഇൻവെസ്റ്റ്മെന്റ് മോഡലും കൂടിയാണ്. കാരണം ഈ ഒരു ബഡ്ജറ്റ് റേഞ്ചിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ, വെൻ ദി ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്പ്, ദി ക്യാപിറ്റൽ അപ്രീസിയേഷൻ വിൽ ഈസിലി ഹാപ്പൻ. ഇന്ന് സെല് ചെയ്യുന്ന പ്രൈസ് ആയിരിക്കില്ല അന്ന്, കാരണം അന്ന് ഒത്തിരി ഡെവലപ്മെന്റ് വരും. ഒരു 2 years ഡൗൺ ദ ലൈൻ നല്ലൊരു ഡെവലപ്മെന്റ് സ്ട്രെച്ച് അതിൽ വരും. പിന്നെ റെന്റൽ പെർസ്പെക്റ്റീവ് പറയുകയാണെങ്കിൽ, നമുക്ക് ലെറ്റ്സ് അസ്യൂം ദാറ്റ് ഒരു 70 lakhs 2 BHK ഒരാൾ വാങ്ങിച്ചാൽ, അയാൾക്ക് മാക്സിമം എങ്ങനെ വന്നാലും ഒരു 20,000 ആണ് റെന്റിൽ വരുന്നത്. എന്നാൽ അതേ സ്ഥാനത്ത് നമുക്കൊരു 1 bed അല്ലെങ്കിൽ ഒരു 2 bed സ്മോളർ ടിക്കറ്റ് സൈസ് 30 to 40 lakhs വാങ്ങിച്ചാലും അവർക്ക് ഏകദേശം ഒരു 15,000 എങ്ങനെ വന്നാലും കൊച്ചിയിൽ നടക്കുന്നുണ്ട്. സോ അതിന്റെ ഒരു ഗുണം എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ ലെസ് ക്യാപിറ്റൽ യൂസ് ചെയ്ത് ഹയർ റിട്ടേൺ വരുന്നുണ്ട്. സോ നമ്മുടെ ലോൺ എടുക്കുന്നത് അത് ജസ്റ്റിഫൈ ആവും അതിന്റെ വരുന്ന റെന്റൽ ഇൻകത്തിൽ നിന്ന്, ആൻഡ് ക്യാപിറ്റൽ അപ്രീസിയേഷനും ബാക്ക് ചെയ്യും. സോ ഇങ്ങനത്തെ പ്രോജക്ട്സ് വളരെ കുറവാണ് കമ്പാരിറ്റീവ്ലി. എൻഡ് യൂസ് മാർക്കറ്റ് ഫോക്കസ് ചെയ്ത് ബിൽഡർ വർക്ക് ചെയ്യുന്നതുകൊണ്ട്. പക്ഷേ ഈ ഒരു കോൺസെപ്റ്റിൽ ഒരു വർക്ക് ചെയ്യുന്നത് ഇറ്റ്സ് റിയലി ഇൻട്രസ്റ്റിംഗ്. സോ ഇഫ് യു ആർ someone who is looking out for similar requirement, ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. ഞാൻ ഇതിന്റെ ഫുൾ ഡീറ്റെയിൽസ് തരാം. എത്രയും വേഗം ചെയ്യുക, കാരണം ആകെ 2 units അവൈലബിൾ ഉള്ളൂ. ഞാൻ തന്നെ ബിൽഡർ തന്നെ ലോഞ്ച് ടൈമിൽ തന്നെ ഓൾമോസ്റ്റ് 98% സെൽ ഓഫ് ആണ് ഫുൾ പ്രോജക്റ്റിന്റെ. സോ നമുക്ക് പെൻഡിങ് യൂണിറ്റ്സിൽ ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ളവർ ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. ആൻഡ് ഫർദർ ഇതുപോലത്തെ പ്രോജക്ട് റിലേറ്റഡ് ഇൻഫർമേഷൻ കൊച്ചിയിൽ നടക്കുന്നത് അറിയാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ, ഡു ഫോളോ ദിസ് ചാനൽ. I'll be putting on videos which is related to such kind of investment and new projects, and the project which you already know, adinte information detail aayittu tharunnaayirikkum. Have a good day.